ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനു വേണ്ടി നമ്മളിതാ 2 കപ്പ് അളവിൽ അമൃതം പൊടി എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ ഒരേ പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരേ കപ്പോ സ്പൂണൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ അമൃതം പൊടി 2 കപ്പ് ഒരു പാത്രത്തിലേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുതിരാനായിട്ട് 2 കപ്പ് വെള്ളം, നമ്മൾ അമൃതം പൊടി എടുത്ത അതേ പാത്രത്തിൽ തന്നെ വെള്ളമാണ് എടുക്കുന്നത്. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്ന് നന്നായിട്ട് കട്ട കൂടാതെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ കട്ടകളെല്ലാം ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്കിൻ്റെ സഹായം തേടാം. ഇനിതാ ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു 10 ഈന്തപ്പഴം, പിന്നെ കുറച്ച് റൈസിൻസും കുറച്ച് കാഷ്യൂ നട്ട്സും. ഈ ഈന്തപ്പഴം നമ്മൾ കുരു ഒന്ന് കളഞ്ഞിട്ട് ഏകദേശം 1 കപ്പോളം വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ മധുരത്തിന് വേണ്ട ശർക്കര, ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി നമ്മുടെ അമൃതം പൊടിയിൽ മധുരം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരച്ച് ശർക്കരയൊക്കെ ധാരാളം ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഞങ്ങളിവിടെ മധുരം കുറച്ച് നന്നായിട്ട് ഉപയോഗിക്കുന്നവരായതുകൊണ്ടാണ് 2 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ശർക്കര ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഈ പരുവത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കുക. ഒരിക്കലും ഒരു നൂലൊന്നും ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട നട്ട്സ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഏകദേശം നമ്മൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ആദ്യം റൈസിൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയൊരു ടിപ്പാണേ. നമ്മൾ ആദ്യം എപ്പോഴും കാഷ്യൂ നട്ട്സ് വറുത്ത് കോരിയതിന് ശേഷമാണല്ലോ റൈസിൻസ് ഇടാറ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യം നമ്മുടെ മുന്തിരി ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം കാഷ്യൂ നട്ട്സ് ഇടുകയാണെങ്കിൽ കാഷ്യൂ നട്ട്സ് നല്ല കൃത്യമായിട്ട് നമുക്ക് കരിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് മൂത്ത് കിട്ടും. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മുഴുവനായിട്ടും തന്നെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് അരച്ചു കൊടുക്കാം. ഏകദേശം ഈ പരുവത്തിലാണ് നമ്മൾ അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചെറിയ ഏകദേശം ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അമൃതം പൊടി, നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന അമൃതം പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുഴുവനായിട്ട് ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിനു മുന്നേ നമ്മൾ ഇതിലേക്ക് ഒരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും നമ്മുടെ മണത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ തരികളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ അരച്ച് വെച്ചിരുന്ന മിശ്രിതം ഒന്ന് നന്നായിട്ട് അരിച്ച് എടുക്കാം. നമ്മൾ ഒട്ടും തന്നെ തരികളില്ലാണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. തരികളുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ട് നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് ഒരു ഷേപ്പിൽ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ഷേപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ വേണമെങ്കിൽ ഒരു അമൃതം പൊടി കിണ്ണത്തപ്പം എന്ന് വിളിക്കാം. നമ്മൾ പക്ഷേ സ്റ്റീം ചെയ്തെടുക്കുന്നില്ല എന്ന് മാത്രം. ഇതുപോലെ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ അടുത്തതായിട്ടൊന്ന് ഇതിനെ കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വീട്ടമ്മമാർ അല്ലെങ്കിലും എളുപ്പപ്പണികൾ കുറച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയ പാത്രമാണ് കേട്ടോ ഇത്. ശർക്കര ഉരുക്കിയത് അതിലില്ല, നമ്മൾ ശർക്കര ഉരുക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു അയവിൽ നമ്മൾ കുറുക്കിയെടുക്കാൻ നിന്നാൽ പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോവും, അത് നേരെ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഏകദേശം 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക്
ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് ഒഴിച്ച് വയ്ക്കുന്നതിനുള്ള കിണ്ണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മളൊരു സ്റ്റീൽ കിണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തടവിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത്, ഞാനിവിടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതിന് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് റൈസിൻസും അതുപോലെ കുറച്ച് വെളുത്ത എള്ള്, എൻ്റെ കയ്യിൽ വെളുത്ത എള്ളുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട്സ് ഉപയോഗിക്കാം. ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇത് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഹാർഡായി പോകാൻ തുടങ്ങും, നമുക്കൊരു കൃത്യമായിട്ടുള്ള ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ മിക്സ് നമുക്ക് കുറുക്കിയെടുക്കാം. അതിന് വേണ്ടി ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പൊടികൾ തരി തീരെ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഞാനിവിടെ ഏകദേശം ഒരു 12 മിനിറ്റോളം സമയം എനിക്കിത് കുറുക്കി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായി തിളച്ച ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതിയാവും. പക്ഷേ നമ്മൾ ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുകയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാ ഇതുപോലെ ഇപ്പം നമ്മുടെ അമൃതം പൊടി ഇതാ ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അമൃതം പൊടി ഇതാ ഏകദേശം ഈ പരുവത്തിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതാ ഇതുപോലെ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കൂടി വരട്ടിയെടുക്കുക. ഇതിനെ നെയ്യുള്ളത് കൊണ്ട് നമുക്ക് അടി പിടിക്കാതെ കുറച്ച് നന്നായിട്ട് കിട്ടും. ഇതുപോലെ കുറച്ചുകൂടെ നന്നായിട്ട് തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളിവിടെ 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതുപോലെ നമുക്ക് എത്രത്തോളം നമ്മൾ ഇതിനെ വരട്ടിയെടുക്കുന്നോ നമ്മുടെ കിണ്ണത്തപ്പം അത്രത്തോളം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്ന രീതി അനുസരിച്ചാണ് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ഷേപ്പും എല്ലാം ഉണ്ടായിരിക്കുക. ഇനി ഈ സമയത്ത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മൾ ബാലൻസ് ഉള്ള നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമാണല്ലോ എടുത്തത്. ഇപ്പോൾ നമുക്ക് ഇടയിലൊക്കെ ഓരോന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കിണ്ണത്തിലേക്ക് നമ്മൾ അമൃതം പൊടി മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് നമ്മൾ ചൂടോടെ തന്നെ നമ്മുടെ കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിലൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഇത് ഏകദേശം നമ്മൾ ആറുന്നതിന് വേണ്ടി ഒരു 4 മണിക്കൂറോളം നേരം മാറ്റി വയ്ക്കണം. എനിക്ക് അത്രത്തോളം ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് ഇതെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഫാൾട്ടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 4 മണിക്കൂർ ഇത് ഉറപ്പായിട്ടും വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ ചെറുതായി നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇത്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിച്ചതിന് ശേഷം നെടുകെ കൂടെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റാണ് നമ്മുടെ സാധനം എന്ന്. കണ്ടില്ലേ, വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയാറില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നമുക്ക് യൂട്യൂബിൽ എത്ര പേര് ഇതുപോലത്തെ റെസിപ്പി ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഞങ്ങളിവിടെ വീട്ടിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.